ഇസ്രായേലിനെ പിടിച്ചുകുലുക്കിയ ഒരു രാഷ്ട്രീയ വിവാദമുണ്ടായിരുന്നു. ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ സൈനികർ ക്രൂരമായി പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ. ഇത് ചോർന്ന സംഭവത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ മുൻ മിലിറ്ററി അഡ്വക്കേറ്റിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. 2024 ഓഗസ്റ്റിൽ ഒരു ഇസ്രായേലി വാർത്താ ചാനലിൽ സംപ്രേഷണം ചെയ്ത ഈ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളിൽ തെക്കൻ ഇസ്രായേലിലെ SD ടേമാൻ സൈനിക താവളത്തിൽ റിസർവ് സൈനികർ നടത്തിയ ക്രൂരതകളാണ് വെളിപ്പെടുത്തുന്നത്. ഫലസ്തീൻ തടവുകാരെ ക്രൂരമായി മർദ്ദിക്കുകയും മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കുത്തുകയും ചെയ്തിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ തടവുകാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ പീഡനത്തിന്റെ വീഡിയോ ചോർന്നതിലാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച മേജർ ജനറൽ ഇഫാദ് ടോമർ യെരുഷാൽമി സ്ഥാനമൊഴിഞ്ഞത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇവരെ ജോലിയിലേക്ക് തിരികെ വരാൻ അനുവദിക്കില്ലെന്ന നിലപാടെടുത്തതിന് പിന്നാലെയായിരുന്നു രാജി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ നാടകീയമാകുന്നത്. വീഡിയോ ചോർന്നുണ്ടായ രാഷ്ട്രീയ വിവാദം കത്തി നിൽക്കുന്നതിനിടെ ഇന്നലെ ഇവരെ കാണാനില്ല എന്ന വാർത്തകളാണ് വന്നത്. ഈ ദുരൂഹമായ തിരോധാനത്തിന് ശേഷം ടെൽ-അവീവിനടുത്തുള്ള ഒരു കടൽ തീരത്ത് നടത്തിയ തിരച്ചിലിൽ ഇവരെ കണ്ടെത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. വീഡിയോ ചോർച്ചയെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ മേജർ ജനറൽ അവധിയിലായിരുന്നു. അതേസമയം സംഭവത്തിൽ ഉൾപ്പെട്ട 5 സൈനികർക്കെതിരെ കേസെടുത്തെങ്കിലും അവരുടെ പേരുകൾ വെളിപ്പെടുത്തിയിട്ടില്ല. കൂടാതെ കുറ്റാരോപിതർ കോടതിയിൽ കുറ്റം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്.